ഇനി കുട്ടിയെ കുളിപ്പിക്കുന്ന രീതിയെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ കുളിപ്പിക്കുന്ന സമയത്ത് ഈ എണ്ണ തേപ്പിക്കുന്ന കാര്യത്തിന് പറഞ്ഞത് നേരെ വിപരീതമായിട്ട്, അതായത് നമ്മൾ പറഞ്ഞു ദേഹത്ത് എണ്ണ തേച്ചതിന് ശേഷമാണ് തലയിൽ എണ്ണ തേക്കാമെന്ന് പറഞ്ഞു. കുളിപ്പിക്കുമ്പോൾ നേരെ തിരിച്ചാണ്. ആദ്യം തല കഴുകി തുടച്ചെടുത്തതിന് ശേഷം മാത്രമേ ദേഹത്ത് നമ്മൾ വെള്ളം ഒഴിക്കാനോ ദേഹം കുളിപ്പിക്കാനോ പാടുകയുള്ളൂ. ഈ രീതി പിന്തുടരുന്ന കുഞ്ഞുങ്ങളിൽ ആവർത്തന സ്വഭാവത്തിലുണ്ടാവുന്ന പനി, ചുമ, കഫക്കെട്ട് മുതലായവ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ റെക്കറൻറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്നൊക്കെ എന്ന് പറയുന്ന അവസ്ഥാവിശേഷം വളരെയധികം ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നത് ഈ ഒരു അപ്രോച്ച് വഴിക്ക് നമുക്ക് കണ്ടിട്ടുണ്ട്. ഇനി കുളിപ്പിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ എണ്ണതേപ്പും കുളിയും ഒക്കെ തന്നെ വെയിൽ ചൂടാവുന്നതിനേക്കാൾ മുന്നേ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് അന്തരീക്ഷത്തിന് ചൂടുള്ള സമയത്ത് നമ്മൾ എണ്ണ തേക്കലും കുളിപ്പിക്കലും ഒക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ തന്നെ പനിയും ചുമയും കഫക്കെട്ടും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് അന്തരീക്ഷത്തിന് ചൂട് പിടിക്കുന്നതിനേക്കാളും മുന്നേ അത് ഓരോ ദിവസവും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരു മഞ്ഞുകാലത്തുള്ളത് പോലെ ആവില്ല വേനൽക്കാലത്ത് ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ ഓരോ ദിവസത്തെയും അവസ്ഥ അനുസരിച്ച് വേണം ഇത് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു തലയിൽ കഴുകിയതിന് ശേഷം മാത്രമേ ദേഹം കഴുകാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറഞ്ഞു. തലയിൽ ചൂടുള്ള വെള്ളം നിശ്ചയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻസ് ഓർഗൻസ് കുഞ്ഞുങ്ങളിൽ നമുക്കറിയാം അവരുടെ ഡെവലപ്മെൻറ്റൊക്കെ കംപ്ലീറ്റ് ആയി വരുന്നതേ ഉള്ളൂ. അവരുടെ വളർച്ചയും വികാസവും ഒക്കെ കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. പ്രധാനമായും അവരുടെ ഈ പറഞ്ഞ സെൻസ് ഓർഗൻസിൻ്റെ ഇന്ദ്രിയങ്ങളുടെ വളർച്ച കംപ്ലീറ്റ് ആകുന്നതേ ഉള്ളൂ. അത്തരമൊരു സന്ദർഭത്തിൽ ഉഷ്ണപ്രയോഗങ്ങൾ പൊതുവിൽ നമ്മൾ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ആണ് ചെയ്യുന്നത്, പ്രധാനമായും ശിരസിനെ ആശ്രയിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ ചൂടുള്ള വെള്ളം തലയിൽ ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേസമയത്ത് ഒരുപാട് തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ കഫക്കെട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏറ്റവും പ്രാക്ടിക്കലി നമുക്ക് അഡ്വൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക തല കഴുകാൻ വേണ്ടി. തല കഴുകി തുടച്ചെടുത്ത് നെറുകയിൽ പൊടി വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം ദേഹം കഴുകാനുള്ള അറ്റംപ്റ്റ് ചെയ്യുന്ന പക്ഷം ഈ പറഞ്ഞ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ദേഹത്ത് നമ്മൾ എണ്ണ തേച്ച കുട്ടിയെ നമുക്ക് ദേഹം ശുദ്ധിയാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളമൊക്കെ ആവാം. തിളപ്പിച്ച് പച്ചവെള്ളവും ചൂടുവെള്ളവും മിക്സ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ച വെള്ളം തണുത്ത് വരുമ്പോൾ ആ കുട്ടിയുടെ ദേഹത്ത് ഒഴിക്കാനുള്ള പാകത്തിനുള്ള ഇളം ചൂടായി വരുന്ന സമയത്ത് വേണം നമ്മൾ ദേഹത്ത് വെള്ളം ഒഴിക്കുവാൻ വേണ്ടിയിട്ട്. ഇവിടെ ദേഹം ശുദ്ധിയാക്കും. നേരത്തെ നമ്മൾ എണ്ണ തേച്ച കുട്ടിയാണ്, വെറുതെ വെള്ളം ഒഴിച്ചുകൊണ്ട് മാത്രം ദേഹം ശുദ്ധിയായി എന്ന് വരികയില്ല. അപ്പോൾ നമുക്കൊരു സോപ്പിനെ പറ്റി ആലോചിക്കേണ്ടി വരും അല്ലേ. സോപ്പിനെ പറ്റി ആലോചിക്കേണ്ടി വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ദേഹത്തിന് ഒരിക്കലും ഒരു പതയുള്ള സോപ്പ് കുഞ്ഞുങ്ങളുടെ ദേഹത്തിന് പറ്റില്ല. ഒരു കാരണവശാലും പത കൂടിയ സോപ്പുകൾ കുട്ടിയുടെ ദേഹത്ത് പുരട്ടാതിരിക്കുകയാണ് ഏറ്റവും സേഫ്. കാരണം പലപ്പോഴും ത്വക്കിനുണ്ടാകുന്ന അമിതമായ വരൾച്ച, ചൊറിച്ചിൽ മുതലായ ഉപദ്രവങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ ഉപയോഗിക്കുന്ന വീര്യവും പതയുമുള്ള സോപ്പിൻ്റെ ഉപയോഗം കൊണ്ട് സംഭവിക്കുന്നതായിട്ടാണ് പലപ്പോഴും ഒപികളിൽ നമ്മൾ കാണാറുള്ളത്. അതുകൊണ്ട് ഏറ്റവും സേഫായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഈ നാട്ടിലൊക്കെ നമുക്ക് നാളികേര പിണ്ണാക്കുന്ന സാധനം വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. വെളിച്ചെണ്ണ ആട്ടുന്ന മില്ലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ആട്ടിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, അത് നാളികേര പിണ്ണാക്ക്. അതിനകത്ത് ചെറിയ വെള്ള പൂപ്പലൊന്നില്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം, ഫംഗൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ചേർത്തൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് സോപ്പിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. ഇനി പ്രായോഗികമായിട്ട് ഇത്തരം ഒരു സമീപനം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപക്ഷെ നമ്മളൊരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഒരാളായിരിക്കും അല്ലേ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്തരം ഒരു സമീപനം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സോപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ആ സോപ്പിനകത്ത് പത ഒട്ടും ഉണ്ടാവാത്ത ഗ്ലിസറിൻ്റെ അളവ് വളരെ കൂടിയിട്ടുള്ളൊരു സോപ്പായിരിക്കും ഏറ്റവും സേഫായി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക. എണ്ണ തേപ്പും കുളിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു തലയിൽ നമുക്ക് പൊടി തിരുമണം അല്ലേ. വളരെ ചെറിയ കുഞ്ഞുങ്ങൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 1.5 വയസ്സിനും 2 വയസ്സിനും ഒക്കെ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ നെറുകയിൽ പൊടി തിരുമുവാൻ പാടുകയില്ല. കാരണം നമുക്കറിയാം അവരുടെ ഇവിടെ ഒരു ഭാഗമുണ്ട് അല്ലേ, വളരെ സോഫ്റ്റായൊരു ഭാഗമുണ്ട്. ആ ഭാഗം ഉറച്ചതിന് ശേഷം മാത്രമേ നെറുകയിൽ പൊടി തിരുമുവാൻ പാടുകയുള്ളൂ. തിരുമുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരക്കുക, റബ്ബി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാണ്. അതേ സമയത്ത് വളരെ ചെറിയ കുഞ്ഞുങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ പൊടി ഒരു പൊടി അവിടെ വിതറി കൊടുക്കാം. തിരുമണമെന്നില്ല, അവിടെ ജസ്റ്റ് വിതറി കൊടുക്കാൻ നമുക്ക് ഉപയോഗിക്കാം. ഇതും ഈ പറഞ്ഞ പനി, ചുമ, കഫക്കെട്ട് ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ്. ഇതിന് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊടിയായിരിക്കും രാസ്നാദി ചൂർണ്ണം എന്നുള്ളത് അല്ലേ. എല്ലാവർക്കും അറിയാം, എല്ലാ വീടുകളിലും രാസ്നാദി പൊടിയുടെ മണമെങ്കിലും അറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ രാസ്നാദി ചൂർണ്ണം വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഒരുപക്ഷെ നമുക്ക് ഈ വില കൂടിയ മരുന്നുകളൊന്നും വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ചാണകം ചുട്ട ഭസ്മം ഉണ്ടായാലും ധാരാളം. നല്ല നേർമയുള്ള പൊടിയായിട്ടുള്ള ഭസ്മം ഉപയോഗിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ കാര്യത്തെ സാധൂകരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാൻ വേണ്ടി. ഈ രീതിയിൽ കുഞ്ഞിനെ നമ്മൾ എണ്ണ തേപ്പിക്കുന്നു,
കുളിപ്പിക്കുന്നു, അതിനുശേഷം നെറുകയിൽ പൊടി തിരുമ്മി കൊടുക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഒട്ടും തന്നെ വൈകാതെ തന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തോ അല്ലെങ്കിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്തോ ഒന്നും കൊടുക്കേണ്ടതല്ല മുലപ്പാൽ. ഒരു കുഞ്ഞ് ജനിച്ച് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിന് മുലപ്പാൽ സ്വീകരിക്കുവാൻ സാധിക്കുന്നോ അത്രയും അധികം ആ കുട്ടിയുടെ ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ഒരു പ്രസവ മുറിയിലൊക്കെ ഒരു ശിശു രോഗവിദഗ്ധൻ ഒരു കുട്ടിയെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ആത്യന്തികമായിട്ടൊരു വലിയ ഗ്രോസ് ആയിട്ടുള്ള പ്രശ്നങ്ങളില്ലെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കും കൂടിയാണ് കുട്ടി ശരിയായിട്ട് മുല കുടിക്കുന്നുണ്ടോ നോക്കുക എന്ന് പറയുന്നത്. ശരിയായി അറ്റാച്ച് ചെയ്ത് മുല കുടിക്കുന്ന ഒരു കുഞ്ഞിന് പൊതുവിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. വേറെ കുറേ സംശയം ഉണ്ടാവാറുണ്ട്. ഈ ആദ്യം ഉണ്ടാവുന്ന മുലപ്പാൽ കുട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ കൊളസ്ട്രം എന്നൊക്കെ പറയുന്ന കട്ടി കൂടിയ ആദ്യം കാണുന്ന ഒരു ഇളം മഞ്ഞറമുള്ള പാല് കുട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ചില രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട്. നിശ്ചയമായും 101% അത് കുട്ടി കുടിക്കേണ്ടത് തന്നെയാണ്. അളവ് വളരെ കുറവുള്ള ആണെങ്കിൽ പോലും ആ കുഞ്ഞ് നിർബന്ധമായി അത് കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ വേറൊരു സംശയം ഉണ്ടാവും, ഇത്രയും കുറഞ്ഞ അളവ് മതിയോ? ഒരു 100-150 മില്ലിയൊക്കെ അത് ആകെ ഉണ്ടാവുള്ളൂ, അത് മതിയാവുമോ എന്നുള്ള സംശയം അടുത്തതായിട്ട് കാണാറുണ്ട്. ഉണ്ടായ ഉടനെയുള്ള പ്രായത്തിൽ ഒരു മാസം വരെയൊക്കെ കുഞ്ഞ് ബഹുഭൂരിപക്ഷം സമയം കുഞ്ഞ് ഉറങ്ങുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഈ കുഞ്ഞിനെ വിളിച്ചുണർത്തി മുലപ്പാൽ നൽകുന്ന സമയത്ത് അയാളുടെ ആ ഒരു സമയത്തുള്ള വളർച്ചയ്ക്ക് അത് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ആ അളവ് തീർത്തും കുട്ടിക്ക് തൃപ്തികരമായ അളവ് തന്നെയാണ്. ഈ മുലപ്പാൽ കൊളസ്ട്രം എന്നത് മാറി ഒരു അഡൽട്ട് മിൽക്കിലേക്കൊക്കെ മാറുന്ന സമയത്ത് കുട്ടിക്കും സ്വാഭാവികമായിട്ട് ശരീരത്തിന് ആവശ്യങ്ങൾ വ്യത്യാസപ്പെടുകയും അവൻ്റെ ദേഹത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ വളർച്ചയ്ക്ക് ആനുപാതികമായി തന്നെയായിരിക്കും അമ്മയിൽ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഈ മുലപ്പാൽ നൽകുക എന്നുള്ളത് കേവലം ഒരു ശാരീരികമായിട്ടൊരു വ്യായാമം മാത്രമല്ല അമ്മയ്ക്ക്. അത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു മോഡേൺ സയൻസിൽ പറയുന്ന ഒരു ന്യൂറോ എൻഡോക്രൈൻ ഒരു ഫംഗ്ഷൻ കൂടിയാണ്. അമ്മ കുട്ടിയെ തൊടുകയും സ്പർശിക്കുകയും മുല കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ മുലപ്പാൽ കൂടുതലായി ഉണ്ടായി വരികയുമുള്ളൂ. അപ്പോൾ ഒരു ആദ്യമായി ഗർഭിണിയായി പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് ഇതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങളുണ്ടാവും. ചിലപ്പോൾ അവർ ചോദിക്കാറുണ്ട്, ഡോക്ടർ ആദ്യത്തെ കുറച്ച് ദിവസമായിട്ട് മുലപ്പാൽ വളരെ കുറവാണല്ലോ, എനിക്ക് വളരെ ടെൻഷനുണ്ട്, ഞാൻ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ നമ്മൾ ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ആവർത്തന സ്വഭാവത്തിൽ പലവട്ടം കുഞ്ഞിനെ മുലയൂട്ടുന്നതിലൂടെ ഈ പറഞ്ഞ ടെൻഷൻ, ഈ സ്ട്രെസ് കോഷ്യൻ്റ് കൂടുന്നത് കൊണ്ടായിരിക്കാം പലപ്പോഴും ഈ മുലപ്പാൽ ഉണ്ടായി വരാതിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാനും കുഞ്ഞിനെ ലാളിക്കാനും ഒക്കെ അമ്മയുടെ ഭാഗത്തുണ്ടാകുന്ന ശ്രമം കൊണ്ട് ഈ പറഞ്ഞ ന്യൂറോ എൻഡോക്രൈൻ ഫംഗ്ഷൻ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തദ്ഫലമായിട്ട് അമ്മയ്ക്ക് മുലപ്പാൽ കൂടുതൽ ഉണ്ടായി വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. വേറൊരു സംശയം ചോദിക്കാറുണ്ട്, എത്ര സമയം കൂടുമ്പോൾ കുഞ്ഞിന് മുല കൊടുക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. സാധാരണഗതിയിൽ ഒരു ആരോഗ്യമുള്ള ടേമായി മാസം തികഞ്ഞുണ്ടായ ഏറെക്കുറെ നോർമൽ ബോഡി വെയ്റ്റോട് കൂടിയിട്ടൊരു കുഞ്ഞിന് ഒരിക്കൽ മുലപ്പാൽ നൽകി കഴിഞ്ഞാൽ കുഞ്ഞൊരു 1.5-2 മണിക്കൂർ വരെ കുഞ്ഞ് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ഉറങ്ങുകയും മലവും മൂത്രമൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്.